ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലുള്ള സന്ദേശമെന്ന് പറയുന്നത് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനാ. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. നാം എന്നും ഒഴുകിപ്പോകുമെന്ന് പൗലോസോട് സൂചിപ്പിക്കുന്നില്ല, ഇല്ലേ? എന്നും നമ്മൾ തെറ്റിപ്പോകുന്നതോടെ പറയുന്നില്ല. വല്ലപ്പോഴും ഒഴുകിപ്പോയാൽ, ആമേൻ, സ്തോത്രം, ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവിടെ ഈ വചനം അവിടെ കോട്ട് ചെയ്യുന്നത്. എന്താണ് പറയുക? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനാ എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ. ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മൾ കേൾക്കുന്നത്, കഴിഞ്ഞ നാളിൽ കേട്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം? അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ, നാം വഴിതെറ്റിപ്പോകുന്നൊരു സന്ദർഭത്തിലേക്ക് വന്നാൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് തെറ്റിപ്പോകാവുന്ന സാഹചര്യം മറ്റു രീതിയിലെല്ലാം വന്നെങ്കിലും ജോസഫ് അവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് ജോസഫിനെ അവിടെ ഒഴുകിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ മുൻപിൽ കേട്ട വചനങ്ങൾ എന്ന് തൊട്ട് നമ്മൾ വചനം കേൾക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇന്നു വരെ കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. എന്തിനെന്ന് ചോദിച്ചാൽ, പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. പല സന്ദർഭങ്ങൾ നമ്മൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ആ പാപത്തിലേക്കോ അല്ലെങ്കിൽ അനീതിയിലേക്കോ തെറ്റായ മാർഗത്തിലേക്ക് വഴുതിപ്പോകാൻ സാഹചര്യമുള്ളത് കൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ അഥവാ നമുക്ക് വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പാപമാണ്, അത് ചെയ്യാൻ പാടില്ല. സ്തോത്രം, അരുത്, അത് തൊടാൻ പാടില്ല. അന്യൻ്റെ മുതലിനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ലെന്ന് തോന്നിയാൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്തോത്രം, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. പഴയതിനെ നാം അറുത്തു കളഞ്ഞതാണ്, അല്ലേ? നമ്മൾ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയായിരിക്കും നമ്മെ സംബന്ധിച്ച് പഴയതിനെ പൂർണ്ണമായി നമ്മൾ കളഞ്ഞതാണ്. 1 പത്രോസ് 1-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, എവിടുന്നാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് വചനം പറയുന്നത്, നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് നിനക്ക് ചില വ്യവസ്ഥകളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നീ ഒഴുകിപ്പോകാതെ സൂക്ഷിച്ചോണം. നീ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പല സന്ദർഭങ്ങൾ നിനക്ക് പ്രലോഭനങ്ങൾ തരുന്ന, നിനക്ക് ഇമ്പകരമാകുന്ന, നിന്നെ ആത്മീയതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പല കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, നമ്മുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കേൾക്കുന്ന വചനം അതിശ്രദ്ധയോടെ കരുതിക്കൊള്ളണം.